അസ്സലാമു അലൈക്കും. ഒരു ഇടവേളയ്ക്ക് ശേഷം ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ സമയം കണ്ടെത്തിയിരിക്കുകയാണ്. നജാത്ത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ 2ൽ കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു. പലരും അത് കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി വിവരമുള്ള പലരും നേരിൽ വിളിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോക്ക് മുമ്പിൽ വരാൻ കാരണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദാറുന്നജാത്ത് ഓർഫനേജ് UP സ്കൂളിലെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പലരും അതിന്റെ അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിഷയം എവിടെ എത്തിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയം സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. യഥാർത്ഥത്തിൽ വണ്ടൂർ AO റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം DDE രണ്ടാമത് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ സമർപ്പിച്ച റിപ്പോർട്ട് തിരുവനന്തപുരത്തിൽ നിന്ന് DPI സർക്കാരിലേക്ക് കൈമാറുകയും സർക്കാർ കൃത്യമായി പഠനം നടത്തിയതിനു ശേഷം കുറ്റക്കാർക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശിച്ചതുപോലെയുള്ള നടപടികൾ എടുക്കാൻ ശുപാർശ ചെയ്തുകൊണ്ട് DPIയിലേക്ക് വന്നിരുന്നു ആ കത്ത് നടപടിക്കൊരുങ്ങുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമായി ആ ഉത്തരവ് തിരിച്ചു വിളിക്കുകയും മറ്റൊരു ഹിയറിംഗ് കൂടി 19-ാം തീയതി നടത്തുകയും ചെയ്തു. ആ ഹിയറിംഗിന്റെ റിപ്പോർട്ട് ഇന്നലെ ആയിട്ടില്ലായിരുന്നു. ഇന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നു ആ ഹിയറിംഗിന്റെ ഉദ്ദേശം? കൃത്യമായി DPIയുടെ നിർദ്ദേശപ്രകാരം DD രണ്ടാമതും പ്രാവശ്യവും അന്വേഷണം നടത്തി 9 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു. AO റിപ്പോർട്ട് 6 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ 2 വിഭാഗവും അന്വേഷണം നടത്തി റിപ്പോർട്ട് ഉണ്ടാക്കിയത് ബന്ധപ്പെട്ട കക്ഷികളെ കേട്ടും അതോടൊപ്പം ആ സ്കൂളുകളിൽ നിന്ന് ലഭിച്ച മെറ്റീരിയൽ എവിഡൻസിന്റെ പിൻബലത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നു, ഹിയറിംഗ് നടത്തി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വണ്ടൂർ AOയും അതുപോലെ മലപ്പുറം DDയും ഒക്കെ ഹിയറിംഗുമായി ബന്ധപ്പെട്ട് നൽകിയ ആർഗ്യുമെന്റ് അവർ സമർപ്പിച്ച റിപ്പോർട്ട് തന്നെയായിരുന്നു. അവർ തികച്ചും അതിൽ ഉറച്ചു നിന്നു. അതോടൊപ്പം കക്ഷികളെ വിളിച്ചിരുന്നു. കക്ഷികൾ അവിടെ വന്ന് പരസ്പര വിരുദ്ധമായ രീതിയിലുള്ള ഹിയറിംഗിലാണ് പങ്കെടുത്ത് പറഞ്ഞത്. മലപ്പുറം DD നടത്തിയ ഹിയറിംഗിൽ ഈ പറയപ്പെടുന്ന 3 ടീച്ചർമാരും AIPയുടെ കീഴിലുള്ള കരുവാറുകുണ്ട് DNOUP സ്കൂളിൽ ഒഴികെ എവിടെയും ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. 2004 നിയമിക്കപ്പെട്ട ആള്, 2008 നിയമിക്കപ്പെട്ട ആള്, 2019 വരികയും 2015 ഡിസംബർ 31 നിയമിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ആളും അവിടെ പറഞ്ഞത് ഇവിടെ അല്ലാതെ ജോലി ചെയ്തിട്ടില്ല എന്നത്. പക്ഷേ PF എന്നുള്ള തെളിവ് വന്നു. നജാത്ത് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 2011-ന്റെയും 2014-ന്റെയും ഇടക്ക് EPF വിഹിതം അടച്ചതിന്റെ തെളിവുകൾ ഹാജരാക്കപ്പെട്ടപ്പോൾ ഉൾട്ടയായി. ഞങ്ങളവിടെ ജോലി ചെയ്തിട്ടുണ്ട്, ശമ്പളം വാങ്ങിയിട്ടുണ്ട്, EPFിലേക്ക് വിഹിതം അടച്ചിട്ടുണ്ടെന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായി. നിരന്തരമായി നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം. 2019 ശേഷം മാത്രം സ്കൂളിൽ ഹാജരായ ടീച്ചർ ഞാൻ 31/12/2015 മുതൽ അവിടെ ജോലി ചെയ്തു എന്ന് നുണ പറഞ്ഞു. നുണ മാത്രം പറയുക. എനിക്കിവിടെ ഓർമ്മ വരുന്നൊരു കാര്യം, സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. 89-ലാണല്ലോ ഉരുത്തിരിഞ്ഞു വന്നത്. 2 വിഭാഗം സമസ്തയുണ്ടായി. ഏറെ കാലങ്ങൾക്ക് ശേഷം ഇതിനൊന്ന് കൂട്ടി യോജിപ്പിക്കണം, ഒന്നാക്കണം എന്നൊരാഗ്രഹം ആളുകൾ. പല മധ്യസ്ഥരും കടന്നു വന്നു. പലരും ഇടക്ക് നിൽക്കാൻ തയ്യാറായി. കൂട്ടത്തിൽ ഒരു പ്രമുഖ മധ്യസ്ഥൻ KT ഉസ്താദിനെ സമീപിച്ചു. മഹാനവർഗളോട് പറഞ്ഞു, നമുക്കിതൊന്ന് തീരുമാനം എടുക്കണം. അതുവരെ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നത് സമസ്ത 2 വിഭാഗങ്ങൾക്കിടയിലുള്ള ഐക്യത്തിന് തടസ്സം നിൽക്കുന്നത് KT ഉസ്താദ് മാത്രമാണ്, ഞാൻ മാത്രമാണ് തടസ്സം നിൽക്കുന്നത് എന്നത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ KT ഉസ്താദ് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാൻ ഐക്യത്തിനെതിരല്ല, ഒറ്റ ഉപാധിയോടുകൂടി ഐക്യമാവാം. മധ്യസ്ഥൻ ചോദിച്ചു, എന്താണ് ആ ഉപാധി? മറുചേരിയുടെ നേതാവ് നുണ പറയില്ലെന്ന് മാത്രം പറഞ്ഞാൽ ഐക്യമാവാം. അങ്ങനെ ഐക്യമായില്ല. അപ്പുറത്താള് നുണ പറയില്ലെന്ന് ഉറപ്പുവരുത്താൻ മധ്യസ്ഥന് സാധിക്കാതെ വന്നതുകൊണ്ട് തന്നെ ഐക്യം ഇപ്പോഴും ഇല്ലാതായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ KT ഉസ്താദുമായി ബന്ധപ്പെട്ട ആളുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി നിരന്തരമായി സർക്കാർ തലങ്ങളിലും അല്ലാതെയും നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലപ്പുറം DD ഓഫീസിൽ നടന്ന ഹിയറിംഗിൽ പങ്കെടുത്ത അതേ ഉദ്യോഗസ്ഥന്മാർ തിരുവനന്തപുരത്തും പങ്കെടുത്തു. ഇവിടെ പറഞ്ഞതിന് വിരുദ്ധമായി അപ്പുറത്ത് നുണ പറയാ. എന്തായാലും അവർ നമ്മളെ കൗമുമല്ല. അവർക്കിടയിൽ നമ്മുടെ നേതാക്കന്മാർ എന്ന് അവകാശപ്പെടുന്ന പണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അവരുമായി ബന്ധപ്പെട്ട മക്കളും കുടുംബങ്ങളൊക്കെ നിരന്തരമായി നുണ പറയുന്നത് കണ്ടപ്പോൾ അവർ തന്നെ യഥാർത്ഥത്തിൽ അന്താളിച്ചു പോയി. ഇപ്പോൾ KT ഉസ്താദിൻ്റെ ആണ്ടടുത്തു. അനുസ്മരണങ്ങൾ ഇങ്ങനെ നടക്കുക, വാശിയേറിയ രീതിയിൽ അനുസ്മരണങ്ങൾ ഇങ്ങനെ നടത്തുക. സുന്നി യുവജന സംഘത്തിന്റെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി യോഗം കൂടി തീരുമാനിച്ചതെന്താ? KT ഉസ്താദിന്റെ അനുസ്മരണം ദാറുന്നജാത്ത് കരുവാരകുണ്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു.
സ്വാഭാവികമായിട്ടും കമ്മിറ്റി കൂടി പിരിഞ്ഞതിന് ശേഷം ആർക്കും വിയോജിപ്പൊന്നുമില്ല. ദാറുൻ നജാത്തിന്റെ വർക്കിംഗ് സെക്രട്ടറിയെ വിളിക്കുകയാണ്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. ഒന്ന്, നജാത്തിന്റെ ഭരണഘടനയിൽ വർക്കിംഗ് സെക്രട്ടറി എന്ന തസ്തിക തന്നെ ഇല്ലാത്തത് കൊണ്ട്, അതുമായി ബന്ധപ്പെട്ട ഫയൽ മലപ്പുറം ജില്ലാ രജിസ്ട്രാറുടെ മേശപ്പുറത്ത് നടക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ഏതായിരുന്നാലും ആ വ്യക്തിയോട് വിളിച്ചു ചോദിച്ചു. അവിടുത്തെ ഭാരവാഹികൾ, കെ ടി ഉസ്താദ് സഫറിലാണല്ലോ മരിച്ചത്, സഫർ 5-ന് കെ ടി ഉസ്താദിന്റെ ആണ്ടാണ്. അപ്പൊ കെ ടി ഉസ്താദിന്റെ അനുസ്മരണ പ്രാവശ്യം സുന്നി യുവജന സംഘം മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ദാറുൻ നജാത്തിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള സൗകര്യം ചെയ്തു തരണം. സൗകര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഇവിടെ കുഴപ്പമില്ലാത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്, അത് വിട്ടു നൽകണം, മറ്റു സൗകര്യങ്ങൾ ചെയ്യണമെന്ന വിയോജിപ്പോടുകൂടി കൃത്യമായ മറുപടി ലഭിക്കാത്തതിന്റെ പേരിൽ അവിടെ നടത്താൻ പറ്റിയില്ല. കെ ടി ഉസ്താദ് സ്ഥാപിച്ച ദാറുൻ നജാത്തിൽ വെച്ച് കെ ടി ഉസ്താദിന്റെ അനുസ്മരണം സുന്നി യുവജന സംഘത്തിന് പോലും നടത്താൻ കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യം. എന്താ അതിന്റെ പിന്നിൽ? ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയോടൊപ്പം നിൽക്കുന്ന ഭൂരിപക്ഷം ആളുകളും പാണക്കാട് കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ്. സമസ്തയിൽ പാണക്കാട് കുടുംബം ഏത് രീതിയിലാണോ സമസ്തയോടൊപ്പം നിൽക്കുന്നത് ആ രീതി തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പുറത്ത് നിൽക്കുന്നവരോ, ഈ പറയപ്പെട്ട ഭാരവാഹിയൊക്കെ എപ്പുറത്ത പാണക്കാട് കുടുംബത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ മാത്രമാണ്. അവരെ അംഗീകരിക്കുന്നില്ല കൃത്യമായി. അങ്ങനെ വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അവിടെ കൂടിയ ആളുകൾ പറഞ്ഞു, എന്നാ കെ ടി ഉസ്താദിന്റെ പേരിൽ തന്നെ നിലമ്പൂരിൽ ഒരു സ്ഥാപനമുണ്ടല്ലോ, മർക്കസ്, അവിടെ വെച്ചാവാം. അങ്ങനെ അവിടെ വെച്ച് തീരുമാനിച്ചു. ഈ പറയപ്പെട്ട ആളുകളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. കരുവാരുകുണ്ട് ദാറുൻ നജാത്തിൽ നടത്താൻ അനുമതി കൊടുക്കാത്ത ആളെയും ക്ഷണിച്ചിട്ടുണ്ട്. SYSന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറിയും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരെയും ക്ഷണിച്ചു. പക്ഷേ പരിപാടി നടക്കുന്ന തലേന്നാണ് ഒരു കാര്യം നാട്ടുകാർക്കൊക്കെ ബോധ്യമായത്. കരുവാറുണ്ടുകാർക്ക് ഇതേ ദിവസം സമയത്തിൽ പോലും വ്യത്യാസമില്ലാത്ത വിധത്തിൽ മാമ്പ് അൽ ഹസനാത്ത് അറബി കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ SKSSFന്റെ തലബ വിങ് സംഘടിപ്പിക്കുന്ന കെ ടി ഉസ്താദിന്റെ മറ്റൊരു അനുസ്മരണം നടക്കുന്നു. ഹെഡിങ്ങിലേ വ്യത്യാസമുള്ളൂ, ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലേ വ്യത്യാസമുള്ളൂ. രണ്ടിടത്തും അനുസ്മരിക്കുന്നത് കെ ടി ഉസ്താദിനെയാണ്. ആരാ അതിൽ പങ്കാളികൾ? അവിടെ പങ്കെടുക്കേണ്ടവർ, അവിടെ പങ്കെടുക്കേണ്ട ആളുകളാണ് ഇതിലും പങ്കാളികൾ, നേതൃത്വം കൊടുക്കുന്നവർ. അതിന് ഉദ്ഘാടകനും പ്രാസംഗികർക്കും വരാ. കാരണം ദാറുൻ നജാത്ത് സുന്നി യുവജന സംഘത്തിന്റെ കെ ടി ഉസ്താദ് അനുസ്മരണ പരിപാടിക്ക് വിട്ടുകൊടുക്കാത്തതിൻ്റെ പേരിൽ നിലമ്പൂരിൽ സംഘടിപ്പിച്ചപ്പോൾ ഇവരത് സംഘടിപ്പിക്കരുത് എന്ന ചിത്താന്തത്തിന്റെ പേരിൽ മാത്രം ഇപ്പുറത്തൊന്ന് സംഘടിപ്പിച്ചു. അതിന്റെ സംഘാടകരാരാ? അപ്പുറത്ത് കൂടിയ മീറ്റിംഗിൽ ഇപ്പുറത്തെ കോളേജിന്റെ പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു. മാമ്പൊയ അൽ ഹസനാത്ത് അറബി കോളേജിന്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ജില്ലാ കമ്മിറ്റിയാണ് കെ ടി ഉസ്താദ് അനുസ്മരണം നിലമ്പൂരിൽ രണ്ടാമത് സംഘടിപ്പിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഇപ്പുറത്തുള്ളത്. ഇതറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കമ്മിറ്റി എന്ത് ചെയ്തു? ഉത്തരവാദപ്പെട്ട 14 അംഗ കമ്മിറ്റി വ്യവസ്ഥാപിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് മാമ്പഴ അൽ ഹസനാത്ത് അറബി കോളേജ് മാത്രമല്ല അവിടെയുള്ളത്. ഇർഷാദുൽ ഉമ്മ സംഘത്തിന്റെ പേരിൽ, അതാണ് മഹല്ല് കമ്മിറ്റിയുടെ പേര്, രജിസ്റ്റേർഡാണത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത ആ കമ്മിറ്റി 400ഓളം കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ ആരംഭിച്ച് ഡിഗ്രി കഴിഞ്ഞ് പുറത്തു പോകുന്ന ജാമിയ നൂറിയ അറബി കോളേജുമായി അഫിലിയേറ്റ് ചെയ്ത ജാമിയ ജൂനിയർ കോളേജ് അതിനകത്തുണ്ട്, ഹിഫ്ലുൽ ഖുർആൻ കോളേജ് അതിനകത്തുണ്ട്, സാധാരണ ദർസ് അതിനകത്തുണ്ട്. അങ്ങനെ 400ഓളം വിദ്യാർത്ഥികളും ആനുപാതിക അധ്യാപകേതര ജീവനക്കാരും അടങ്ങിയ ഒരു വലിയ സ്ഥാപനമാണത്. ആ സ്ഥാപനത്തിലേക്കാണ് ഇവർ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ തന്നെയാണ് പ്രയോഗിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? അതിൻ്റെ പോസ്റ്റർ പുറത്തിറങ്ങിയപ്പോൾ തലയെടുപ്പോടുകൂടി കാണുന്ന ആളുകളൊക്കെ സമീപകാലത്ത് ആ പ്രദേശത്തുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കി ജനങ്ങളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി അകന്നു കഴിയുന്ന ആളുകളായി മാറിയിട്ടുണ്ട്. അവ മാമ്പഴ നടക്കൂല, കമ്മിറ്റിക്കാരിടപെട്ടു. കാരണം കമ്മിറ്റിക്കാരുടെ അനുമതി ഇല്ലാതെയാണ് നടക്കുന്നത്. കമ്മിറ്റി സ്വാഭാവികമായിട്ട് അതിന് പ്രിൻസിപ്പാളോട് ചോദിച്ചു, അതിൻ്റെ കാളിയോട് ചോദിച്ചു, ആരാണിതിന് അനുമതി നൽകി, അതുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ചോദിച്ചു. കൃത്യമായി
വ്യക്തതയില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നടക്കണ്ടെന്ന് പറഞ്ഞു. എന്താ നടക്കണ്ടെന്ന് പറയാൻ കാരണം? നിങ്ങൾക്കറിയോ ഇരിങ്ങാട്രി മഹല്ല് KT ഉസ്താദ് ബാക്കിയാത്തു സാലിഹാത്തിൽ നിന്ന് ബിരുദമെടുത്ത് കടന്നു വന്നതിന് ശേഷം കരുവാരകുണ്ടിൽ ആദ്യമായി ഏറ്റ പള്ളിയാണ് ഇരിങ്ങാട്രി പള്ളി. മരിക്കുന്നത് വരെ അവിടുത്തെ കാളിയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഒരു പണ്ഡിതനും കിട്ടാത്ത വലിയൊരു അംഗീകാരം KT ഉസ്താദിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം കരുവാരകുണ്ട് അങ്ങാടിയിൽ ഓതി പഠിക്കുന്നു. 2 ദിവസം മാത്രം പ്രഭാപുരത്തുള്ള ഒരു ദർസിൽ പോകുന്നു. ബാക്കി എല്ലാ സമയങ്ങളിലും കരുവാരകുണ്ടിൽ മാത്രം പഠിച്ച് നേരെ വെല്ലൂർ ബാക്കിയാത്തിലേക്ക് പോയി അവിടുന്ന് ബിരുദമെടുത്ത് നേരെ ഇരിങ്ങാട്ടിയിൽ വന്ന് കാളി മുദരിസുമായി സേവനം തുടങ്ങി വഫാത്താകുന്നത് വരെ ആ ഇരിങ്ങാട്രി പള്ളിയുടെ കാളിയായിരുന്നു KT ഉസ്താദ്. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം 2019 ദാറുൻ നജാത്ത് അറബി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറിയെ അവിടെ ഒരു കോളേജിന്റെ പ്രിൻസിപ്പാളാക്കി കമ്മിറ്റിക്കാർ കൊണ്ടുപോയി. അവിടെ ഒരു വഫിയ കോളേജ് ഉണ്ടായിരുന്നു. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? റെസിഡൻഷ്യൽ സംവിധാനത്തോടു കൂടി നടക്കുന്ന കോളേജ് ആയിരുന്നില്ല. അത് ഒരു ഡേ കോളേജാണ്. പെൺകുട്ടികൾ വന്നു പോകുകയാണ്. ഇരിങ്ങാട്രിയെ സംബന്ധിച്ചിടത്തോളം KT ഉസ്താദ് ഉണ്ടാക്കി കൊടുത്ത അസറ്റ് ഉണ്ട്, ആസ്തി ഉണ്ട്. എന്താണ് ആ ആസ്തി? ഇരിങ്ങാട്രി സ്കൂൾ പഠിക്കുന്ന ഒരു 200-250 മീറ്റർ പോയി കഴിഞ്ഞാൽ 17 ഏക്കർ ഭൂമി അവിടെ കാണാൻ പറ്റും. മനോഹരമായ സൈറ്റ്. റോഡ് അങ്ങോട്ടുണ്ട്, വൈദ്യുതി അങ്ങോട്ടുണ്ട്, വെള്ള സൗകര്യങ്ങളുണ്ട്. ആ വിശാലമായ 17 ഏക്കർ ക്യാമ്പസ് കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റെസിഡൻഷ്യൽ സംവിധാനത്തോടുകൂടി വഫിയ കോളേജുകൾ സ്ഥാപിക്കുക എന്നായിരുന്നു ഇരിങ്ങാട്രി കമ്മിറ്റിക്കാരുടെ ലക്ഷ്യം. സ്വാഭാവികമായിട്ടും അനുയോജ്യമാകുമെന്ന് കരുതി ദാറുൻ നജാത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയെ അവിടെ പ്രിൻസിപ്പാളായി വരെ നിയമിച്ചു. ഹക്കീം ഉസ്താദിനെ പോയി കണ്ടു. ഹക്കീം ഉസ്താദ് വന്ന് സൈറ്റൊക്കെ സന്ദർശിച്ചു. ഏറ്റവും ഫിറ്റ്, അനുയോജ്യമായ സ്ഥലം. പക്ഷേ തലപ്പത്താരാ? ഈ സംവിധാനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി അതുവരെ അല്ല, ഇപ്പോൾ അണിയറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി തലപ്പത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ മുതൽ മുടക്കിൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി വെൽ എക്യുപ്ഡ് എന്ന രീതിയിൽ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയാൽ പോലും എന്തായിത്തീരുമെത് ദീർഘവീക്ഷണമുള്ള ഹക്കീം ഉസ്താദ് മനസ്സിലാക്കി. മൂപ്പരും അല്ലാതെ അതിൻ്റെ ഫോളോ അപ്പിന് വന്നില്ല. ഇപ്പം ആ സ്ഥാപനത്തിൻ്റെ അവസ്ഥ എന്താ? പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ഇയാളോട് പോകാൻ പറയേണ്ടി വന്നു എന്നാ ഞാൻ പറയാം. കാരണം ഒരു സ്ഥാപനത്തിലും കൃത്യമായി ജോലി ചെയ്ത പാരമ്പര്യമോ അനുഭവമോ ഇല്ലാത്തൊരു വ്യക്തി സ്ഥാപനത്തിന് തലപ്പത്തിരുന്ന എന്തായിരിക്കും മട്ടം? അത് മനസ്സിലാക്കി. അങ്ങനെ ഇരിങ്ങാട്ടിലുണ്ടായിരുന്ന ആ സംവിധാനം കൊളാക്കി. ഒറ്റക്കല്ലോ, അതിക്ക് പറ്റിയൊരു കാലിനെയും കിട്ടി. കമ്മിറ്റിയുടെ ഒരു പ്രമുഖൻ എന്നോട് ചോദിച്ചു, എന്താ മട്ടം? വലിയ ആരോഹണ ചടങ്ങൊക്കെയാണ് ഇരിങ്ങാട്ടിൽ നടത്തിയത്. ആ പ്രിൻസിപ്പളുടെയൊക്കെ സാന്നിധ്യത്തിൽ കാവ്യാരോഹണ ചടങ്ങൊക്കെ നടത്തി. ഞാൻ പറഞ്ഞു 6 മാസം കഴിഞ്ഞിട്ട് വിളിക്കുക, അപ്പം ഞാൻ പറഞ്ഞുതരാമെന്നാണ്. 6 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചു, എന്നോട് പറഞ്ഞു, ഇപ്പം നിങ്ങൾ പറഞ്ഞതാ ശരി, അതേ അവസ്ഥ വ്യവസ്ഥാപിതമായി KT ഉസ്താദ് തുടക്കം കുറിച്ച് പതിറ്റാണ്ടുകളായി പോന്നിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ഒരു ജുമാക്ക് ആളുകൾ പുത്തനഴി പള്ളിയിലേക്കും പുഴക്ക പള്ളിയിലേക്കും പോലും പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്ന രീതിയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതോടുകൂടി മഹല്ല് നിവാസികൾക്ക് അവിടുന്നും ഇവർ പറഞ്ഞയക്കേണ്ട സാഹചര്യമുണ്ടായി. അതാണ് ഞാൻ ഇരിങ്ങാട്രി പറ്റ കൊളാക്കി എന്ന് പറഞ്ഞത്. ഏതാണ് ആ കൊളാക്കിയത്?
കെ ടി ഉസ്താദിനെ സ്മരിക്കുമ്പോൾ ഇവരൊക്കെ ചെയ്യേണ്ടത് എന്താണ് സ്മരണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മഹാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം ഒരു പ്രദേശത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു സമുദായത്തിന് വേണ്ടി ചെയ്ത മുഴുവൻ നല്ല കാര്യങ്ങളും ഭാവി തലമുറക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ ചെയ്യേണ്ട ആളുകൾ, അല്ലെങ്കിൽ ആ മഹാന്റെ പ്രവർത്തനങ്ങളെ അനുധാവനം ചെയ്യേണ്ട ആളുകൾ ഒരു കടപ്പാടുമില്ലാത്ത രീതിയിൽ അദ്ദേഹവുമായി ചെയ്ത പ്രവർത്തികളുമായി പുലബന്ധ പോലും ഇല്ലാത്ത രീതിയിൽ ഘടകവിരുദ്ധമായി ചെയ്തുകൊണ്ട് സമൂഹത്തിലും സമുദായത്തിലും ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അർത്ഥം. ഇരിങ്ങാട്ടിൽക്കാർ തിരിച്ചറിഞ്ഞു. ബഫി സംവിധാനങ്ങൾ ഇല്ലാതാക്കി. ബഫിയ സംവിധാനം കോൺവക്കേഷനിൽ വക്കത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതാണ് അവിടുത്തെ സാഹചര്യം. ഇരിങ്ങാട്ടറി ഓൾറെഡി കൊളായി. ദാർനജാത്ത് കൊളാക്കിക്കൊണ്ടിരിക്കുക. അച്ഛ നുണ പറഞ്ഞുകൊണ്ട് പണിയെടുക്കാതെ എങ്ങനെ ശമ്പളം വാങ്ങാൻ പറ്റും എന്നതിനെ കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായി മാറിയിട്ടുണ്ട്. അതേ KTM കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ മറ്റൊരു അധ്യാപകൻ 2016 ഏപ്രിൽ 1 മുതൽ 2021 മാർച്ച് 31 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഗസ്റ്റ് അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ട് ശമ്പളം പറ്റുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഫെലോഷിപ്പോടുകൂടി PhD ചെയ്ത് അവിടുന്ന് പണം പറ്റുന്ന സാഹചര്യം ഉണ്ടായി. ആ കേസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒക്കെ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ. ഇതിനൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് SYSന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇക്കാര്യത്തിൽ. പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറയാം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, പല ആളുകളെയും പല ഘട്ടങ്ങളിലായി പ്രയാസപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി ആദർശം പോലും തോട്ടിലെറിഞ്ഞ ഇത്തരത്തിലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെയ്തികളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. 2000 ജൂൺ 1 മുതൽ 2006 മാർച്ച് 9 വരെ നജാത്ത് അറബി കോളേജിന്റെ ചാർജിലിരുന്നിരുന്നു. 2021 ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിന് അർഹനല്ല എന്നും അദ്ദേഹത്തിന്റെ ആ ചാർജ് കാലഘട്ടം യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടില്ല എന്നും ആയതിനാൽ ഒരു ചാർജ് വഹിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ സാധാരണ ഒരു അധ്യാപകന് അപ്പുറം പറ്റിയ മുഴുവൻ ആനുകൂല്യങ്ങളും തിരിച്ചടക്കണമെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കോപ്പി വേണമെങ്കിൽ പഴയ ദാറുന്നജാത്ത് അറബി കോളേജ്, ഇപ്പോഴത്തെ KTM കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ടാൽ കിട്ടും. ഞാൻ ആ റിപ്പോർട്ട് മുഴുവനും വായിച്ചിട്ടുണ്ട്. എൻ്റെ ഇതിൻ്റെ കോപ്പി കൃത്യമായി പറഞ്ഞിരിക്കുന്നു. കാരണം അങ്ങനെയാണ്. അതുവരെ വട്ടത്തുരുക്കാനായ അബ്ദുസലാം മാഷ എന്ന ചാർജ് അദ്ദേഹത്തെ കസാരയിൽ നിന്ന് വലിച്ചു താഴെയിട്ടു. ഇദ്ദേഹം പ്രതിഷ്ഠിക്കപ്പെട്ടു. ഇദ്ദേഹം പ്രതിഷ്ഠിക്കപ്പെട്ടതിന് ശേഷം ഒരു ശനിയാഴ്ചയും അവിടെ വന്നിട്ടില്ലായിരുന്നു. തിങ്കളാഴ്ച വന്നിട്ട് ശനിയാഴ്ചത്തെ ഒപ്പിടും. ഇപ്പോൾ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അർഹനല്ല എന്നും കണ്ടെത്തിയിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത് KT ഉസ്താദിന്റെ പേരിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. ആരാ KT ഉസ്താദ്? എല്ലാ കാര്യങ്ങളിലും അങ്ങേയറ്റത്തെ സൂക്ഷ്മത പുലർത്തിയിരുന്ന ആളായിരുന്നു KT ഉസ്താദ്. KT ഉസ്താദിനെ അനുസ്മരിക്കുമ്പോൾ KT ഉസ്താദ് കാണിച്ചു തന്ന വഴികൾ എന്താണോ അത് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. ഈ പച്ച നുണ മാത്രം പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് എങ്ങനെ അതിന് കഴിയുക? കയറി ചെല്ലുന്നിടത്തൊക്കെ സംവിധാനങ്ങൾ കൊളാക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇരിങ്ങാട്ടിരി കൊളാക്കിയിട്ടാണ് പോയത്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ സമ്മതിച്ചില്ല. കാരണം ഇവരെ കൃത്യമായി മനസ്സിലാക്കി സമയോചിതമായി ഇടപെട്ട് ഇവരവിടുന്ന് പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടായി. സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിലവിൽ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കോടതിയിൽ കേസുണ്ട്, സർക്കാരിൻ്റെ മുമ്പാകെ റിപ്പോർട്ടുണ്ട്. നുണ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവർ ശരിയാണെന്ന് ആരോടെങ്കിലും പറയുന്നുവെങ്കിൽ വിനീതമായൊരു അഭ്യർത്ഥന അവരോടുണ്ട്, ഒരു അപേക്ഷ അവരോടുണ്ട്. മഹാനായ KT ഉസ്താദിന്റെ മക്ബറയിൽ പോയി 31/12/2015 മുതൽ 2019 മാർച്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ ഈ സ്കൂളിൽ വന്നിരുന്നു, ഞാനിവിടെ പഠിപ്പിച്ചിരുന്നു എന്ന് ആത്മാർത്ഥതയോടുകൂടി നെഞ്ചത്ത് കൈവച്ച് ആ UP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ സാന്നിധ്യത്തിൽ, വേണമെങ്കിൽ ആ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ ഒന്ന് സത്യം ചെയ്യാനുള്ള ധൈര്യം അവർക്കുണ്ടാവുമോ? ഒന്ന് ചെയ്യട്ടെ. അതേപോലെ തന്നെ
നജാത്ത് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല, ശമ്പളം വാങ്ങിയിട്ടില്ല, EPF വിഹിതം അടച്ചിട്ടില്ല എന്ന് സത്യം ചെയ്യാൻ സാധിക്കുമോ? നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല, ശമ്പളം വാങ്ങിയിട്ടില്ല, EPF വിഹിതം അടച്ചിട്ടില്ലെന്ന് പറയാൻ ഇവർക്കാകുമോ? ആവൂല. ഇതൊക്കെ ചെയ്തിട്ടും ഇവർ കൊടുത്ത സത്യവാങ്മൂലം എൻ്റെ കയ്യിലുണ്ട്. ഇവരൊരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു. ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ ഡ്രാഫ്റ്റ് ചെയ്ത് DPAയിലേക്ക് അഡ്രസ് ചെയ്ത ആ ഒരു അഫിഡവിറ്റിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. എന്താ അത് പറഞ്ഞത്? അതിൽ എന്നെ പറ്റി മോശമായി പറഞ്ഞൊരു കാര്യം എന്താ? ഞാൻ പരാതി കൊടുത്തത് ശരിയായില്ല, ഞാൻ പരാതി കൊടുക്കാൻ അർഹനല്ല എന്നാ പറഞ്ഞത്. അയാളൊരു സ്ട്രേഞ്ചറാണ് എന്നാണ് പറഞ്ഞത്, അപരിചിതനാണ്, അതൊരു വേഫെയറാണ്, ഒരു വഴിപോക്കനാണ്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊന്നും പരാതി കൊടുക്കാൻ പറ്റൂല. അങ്ങനെയുള്ളൊരു വ്യക്തി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് പോലും കുറ്റകരമാണ് എന്ന രീതിയിലാണ് പറഞ്ഞത്. ഒന്നും വേണ്ട, ഞാൻ എന്നെ സ്ട്രേഞ്ചർ എന്ന് പറയണ്ട. അവർ കൊടുത്ത പേപ്പറാണത്, എൻ്റെ കയ്യിലുണ്ടാ കോപ്പി. ഞാൻ അവരോട് കൃത്യമായൊന്നും പറയട്ടെ, ഒന്നുമെങ്കിലും ഞാൻ ഈ രാജ്യത്തിൽ പൗരനാണല്ലോ. 95 മുതൽ 2009 വരെ ഏരിയൻ ഡ്യൂസി സ്കൂൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനറായി വർക്ക് ചെയ്ത ആളാണ് ഞാൻ. 6/3/2019 ഏരിയൻ ഡ്യൂസിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇറങ്ങിയ ഉത്തരവിന് മുമ്പ് ഇറങ്ങിയ 8 ഉത്തരവുകളുടെ കോപ്പിയും ആ ഉത്തരവടക്കം 9 ഉത്തരവിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെ ഇതൊക്കെ എൻ്റെ കയ്യിൽ ലഭ്യമായത്? മാത്രമല്ല, ഇവർക്കൊന്നും അറിയാത്തതുപോലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ ചെയ്യും അതുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഇവരുടെ ഉദ്ദേശം മറിച്ച. എന്നിട്ട് എന്തുണ്ടായി? ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു. കമ്മിറ്റിയിൽ നിരന്തരമായി വാഗ്വാദങ്ങൾ ഉണ്ടായി. അവസാനം ഒരു തീരുമാനത്തിലെത്തി. എന്താ നിൽക്കണോ? ഈ മേലിൽ നടക്കുന്ന ദാർ നജാത്തുമായി ബന്ധപ്പെട്ട സ്വാശ്രയ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്ന നിയമനങ്ങളിലൊക്കെ പ്രവർത്തക സമിതിയിൽ ചർച്ച ചെയ്തിട്ടേ ചെയ്യാവൂ എന്ന് തീരുമാനമെടുത്ത് അങ്ങ് പിരിഞ്ഞുപോയി. ഇതുവരെ നടന്നതൊക്കെ ആരും ചർച്ച ചെയ്യേണ്ട, മറക്കുക, പൊറുക്കുക. ഇനി നടക്കുന്നതൊക്കെ അങ്ങനെ ആവട്ടെ എന്ന് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹി പറയുകയും ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. പിന്നീട് നടന്ന നിയമനോ പറയേണ്ടി വന്നതാണ്. ഏകദേശം 1 മാസങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം KTM കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ അറബി കോളേജിലെ പ്രിലിമിനറിയിലെ അധ്യാപക തസ്തികകളിലേക്ക് നിയമനം നടന്നു. ഇന്റർവ്യൂ നടത്തി. എവിടെ വെച്ചാ? 95 ആദ്യത്തെ ഇന്റർവ്യൂ മുതൽ 2021 നടന്ന ഇന്റർവ്യൂ വരെ ദാർ നജാത്തിൽ വെച്ചാണ് നടന്നത്. ഒന്ന് നിങ്ങൾക്ക് കേൾക്കണോ? 99 അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെയും അബ്ദുൽ റഹീം കൊടശ്ശേരിയെയും മുഹമ്മദ് അസ്ലം പട്ടർകുളത്തെയും 99 മാർച്ച് 3, 4, 5 തീയതികളിൽ നിയമിച്ച ഇന്റർവ്യൂ ബോർഡിൽ ഞാൻ മെമ്പറാ. എന്നിട്ട് ഞാനാണ് സ്ട്രേഞ്ചർ എന്ന് പറയുന്നത്. ഇന്റർവ്യൂ ബോർഡിൽ മെമ്പറാ. ഇവരെ നിയമിച്ച ഇന്റർവ്യൂ ബോർഡിന്റെ മിനിറ്റ്സ് ഒന്നും എടുത്ത് പരിശോധിച്ച് നോക്കാണി നിങ്ങൾ. മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രതിനിധിയായിക്കൊണ്ട് ഇന്റർവ്യൂ ബോർഡിൽ മെമ്പറായ ആളെ ഞാൻ. ദാർ നജാത്ത് അറബി കോളേജിന്റെ ഡയറക്ട് പേയ്മെന്റ് എക്സിക്യൂഷൻ നടന്നപ്പോൾ അതിൽ 2 വിറ്റ്നസ് ഉണ്ടാകും ഒപ്പുവെക്കാൻ. സാക്ഷി, അതിലൊരു സാക്ഷി ഞാനാ ഒപ്പുവെച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തിൽ ഉത്തരവ്. ഇവിടെ നേരത്തെ ഒരാൾ പൂക്കോട്ടുംപാടത്ത് പോയി പറഞ്ഞു ഞാൻ മാനേജറാ. 76 മുതൽ തുടങ്ങിയതൊക്കെ ഇട്ട് പറഞ്ഞു പറഞ്ഞതാ. 84 ദാർ നജാത്തിന്റെ ഭരണഘടന രജിസ്റ്റർ ചെയ്യുന്നത് 84 124/84. ആ ഭരണഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ എഴുതി വെച്ച 11 അംഗ കമ്മിറ്റിയിൽ ആ മാനേജർ മെമ്പർ പോലുമല്ല. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സമർപ്പിച്ചപ്പോൾ അതിൽ 2 സാക്ഷികളിൽ ഒരാൾ മാത്രമാണ്. ഒരു സാക്ഷി മർഹൂം അലി ഉസ്താദാ, രണ്ടാമത്തെ ആൾ ഇദ്ദേഹവുമാണ്. കേവലം 11 അംഗ കമ്മിറ്റിയിൽ പോലും 84 രജിസ്റ്റർ ചെയ്യപ്പോൾ അംഗം പോലുമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ രീതിയിലുള്ള പോയിക്കൊണ്ട് രേഖകളൊക്കെ എൻ്റെ കയ്യിൽ റെഡിയാണ്. എനിക്ക് പറയാം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പറയേണ്ടി വന്നതാ. എന്നിട്ട് എന്താ ചെയ്തത്? എവിടെ വെച്ച ഇൻ്റർവ്യൂ നടത്തിയത്? അത് പറയാനാണ് ഞാൻ വന്നത്. കൊണ്ടോട്ടിയിൽ ഒരു ഹോട്ടൽ വെച്ച ഇൻ്റർവ്യൂ നടത്തിയതേ.
4000-ഓളം കുട്ടികളും അനുബന്ധ സ്ഥാപനങ്ങളും എല്ലാമില്ല ധാരണജാത്ത് ഉണ്ടായിരിക്കെ ഒരു അധ്യാപകനെ നിയമിക്കാൻ 5-6 അധ്യാപകരെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ നടത്തിയത് എവിടെ വെച്ചാ? കൊണ്ടോട്ടിയിൽ വെച്ച്. ആരായിരുന്നു യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ സബ്ജക്ട് എക്സ്പെർട്ട്? സൈനുദ്ദീൻ PT. സൈനുദ്ദീൻ നജാത്ത് അറബി കോളേജിൽ പഠിച്ചതാ, റാങ്ക് ഹോൾഡർ ആയിരുന്നു, ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതുപോലെ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന മറ്റൊരു അധ്യാപകനാ, ഹജ്ജ് കമ്മിറ്റിയുടെ ചാർജൊക്കെ ഉണ്ട്, അദ്ദേഹമാണ് ഗവൺമെന്റ് പ്രതിനിധിയായി കൊണ്ട് പങ്കെടുത്തത്. ഇത് ധാരണജാത്തിൽ വെച്ച് ഇന്റർവ്യൂ നടത്താതിരുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഇതിന് സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു. എന്തിനാ സബ് കമ്മിറ്റി ഉണ്ടാക്കിയത്? ഭാവിയിൽ നടക്കുന്ന മുഴുവൻ നിയമനങ്ങളും പ്രവർത്തക സമിതിയുടെ അനുമതിയോടുകൂടിയേ നടക്കൂ എന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ സബ് കമ്മിറ്റി രൂപം നൽകുകയും ചെയ്തതിനു ശേഷം പോലും ആ സബ് കമ്മിറ്റിയെ നോക്ക് കുത്തിയാക്കിക്കൊണ്ട് ഇന്റർവ്യൂ രാവിലെ 9 മണിക്ക് കൊണ്ടോട്ടി നടക്കുമ്പോൾ അന്ന് രാവിലെ മീറ്റിംഗ് വിളിച്ചിരിക്കാൻ നജാത്തിലേക്ക് ഇങ്ങനെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മാസം കാണും പോലെ നാളെ കണ്ടതല്ല. അതിന്റെ സബ്ജക്ട് എക്സ്പേർട്ടിന് കിട്ടണമെങ്കിൽ ലെറ്റർ ഗവൺമെന്റിലേക്ക് കൊടുക്കാണ്ട്, മാത്രമല്ല പത്രപരസ്യം കൊടുക്കണം. 2 ഇംഗ്ലീഷ് പത്രത്തിലും 2 മലയാള പത്രത്തിലും പരസ്യം കൊടുത്ത് അപേക്ഷകർക്ക് 1 മാസം സമയം കൊടുക്കണം. എന്നിട്ടാണ് അപേക്ഷ വന്നത്. സബ്ജക്ട് എക്സ്പേർട്ടിനെ പോയി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് പ്രതിനിധിയുടെ അപ്രൂവൽ വാങ്ങേണ്ടിയിരിക്കുന്നു. ഈ പ്രോസസ് ഒക്കെ നടക്കെ ആരോടും ഉണ്ടാത്തതൊക്കെ ചെയ്തിട്ട് ഇന്റർവ്യൂ നടക്കുന്ന അന്ന് മാത്രം രാവിലെ വരെ വിളിച്ചുകൂട്ടി കുഞ്ഞാപ്പോക്ക് വിട്ടു എന്ന് ഞാൻ പറയാം. ഇവിടെ അവിടെ ലിസ്റ്റ് വന്നപ്പോൾ ആരൊക്കെ പേരുള്ളത്? അതിലും 31/12/2015 മുതൽ 2019 വരെ ഒരു ദിവസം പോലും പണിയെടുക്കാതെ സർക്കാരിന്റെ ശമ്പളം വാങ്ങിയ ആ ടീച്ചറുടെ അനുജത്തി അതിൽ വന്നിക്കണോ നോക്കാൻ നിങ്ങൾ പോണ പോക്ക്. ഇത് ധാരണജാത്ത് ഇപ്പം ആരുടെ കയ്യിലുള്ളത്? ധാരണജാത്ത് എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്താക്കി മാറ്റുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ചില ആളുകളുടെ ധാരണ ഇതൊക്കെ ഇവർക്ക് സ്ത്രീധനം കിട്ടിയതാന്നുള്ളതാണ്. ചില ആളുകളുടെ ധാരണ അങ്ങനെ തന്നെയാണ്. ഇതെന്തോ ഇവർക്ക് സ്ത്രീധനം കൊടുത്തതുപോലെ കൊണ്ടു നടക്കുന്നത്. 51 അംഗ പ്രവർത്തക സമിതി അതിനകത്തുണ്ട്, 200-ൽ പരം ജനബോഡി മെമ്പർമാർ അതിനകത്തുണ്ട്, 6 പഞ്ചായത്തിന്റെ പരിധിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ. ഇവരൊക്കെ കേവലം ചായയും കുടിച്ച് എണ്ണപ്പലഹാരം നിന്ന് മൂടും തപ്പിപ്പോകുന്നു എന്നതിനപ്പുറം ക്രിയാത്മകമായി ഇടപെടാൻ കഴിയാത്തതിന്റെ ദുരന്ത ഫലങ്ങളാണ് ഇതൊക്കെ. ഇത് പുറത്തു കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല. ഇനി കൃത്യമായി ഇത് പുറത്തു കൊണ്ടുവരും. KT ഉസ്താദ് സ്ഥാപിച്ച ഈ സ്ഥാപനം ഏത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ സ്ഥാപിച്ചത്? 2009 ഫെബ്രുവരി 1 സഫർ 5 മഹാനവർകൾ വഫാത്താകുന്നത് വരെ ഏത് രീതിയിലാണോ ഇത് കൊണ്ട് നടന്നത് ആ രീതിയിലേക്കാകുന്നത് വരെ നിയമപരമായി ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യും, ജനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നീട്ടി പറയുന്നില്ല, ഇനി പറയേണ്ടി വന്നാൽ പറയും. ഒരു കാര്യം ഉറപ്പാണ്, ആ നാട്ടിലെ ജനങ്ങൾ, കരുവാരകുണ്ട് പ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളും, ധാരണജാത്തിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾ, KT ഉസ്താദിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾ, ഇതം പര്യന്തമുള്ള ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ബോധ്യമാകുന്ന ഒരു കാര്യം, ഇത്രയും സുതാര്യമായി 2009 വരെ കൊണ്ടു നടന്ന ആ സ്ഥാപനം പഴയ പോലെ തന്നെ കൊണ്ടു നടക്കുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന എല്ലാ ക്രിയാത്മക ഇടപാടുകൾക്കും പരിപൂർണ പിന്തുണ എനിക്കുണ്ടാകുമെന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഈ എൻ്റെ വീഡിയോ കേൾക്കുന്ന, എന്നെ കേൾക്കുന്ന, ധാരണജാത്തിനെ സ്നേഹിക്കുന്ന, KT ഉസ്താദിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും സർവ്വവിധ പിന്തുണയും സഹായവും എനിക്കുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ശുദ്ധി കലശം നടത്തുന്നത് വരെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും. സർവശക്തനായ അള്ളാഹുവിൻ്റെ പരിപൂർണമായ സഹായങ്ങളും ഇക്കാര്യത്തിൽ എനിക്കും ഉണ്ടാകുമെന്ന ബോധ്യം എനിക്കുണ്ട്. വാഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.